സുധീർ പാലോട്. ഇന്ന് നമുക്ക് പാവയ്ക്ക ഓവനിൽ വറുത്ത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇതുപോലെ ചെറിയ പീസ് ആണെങ്കിലും കുഴപ്പമില്ല, വലിയ പീസ് ആണെങ്കിലും കുഴപ്പമില്ല. ഓവനിൽ വറുക്കുമ്പോൾ അത് എല്ലാം ഒരേ ലെവലിൽ തന്നെ വെന്ത് വരും. അപ്പോൾ ഇതുപോലെ വട്ടത്തിന് നല്ല അരിഞ്ഞെടുക്കണം. അതിന് മുന്നേ നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കണം. ഇത് ഒരു കീടം പോലും ഇല്ലാത്തതാണ്. അപ്പം അത്രയ്ക്കും ഒരു മരുന്ന് അടിക്കുന്നതുകൊണ്ട് അത് അത്രയും നന്നായിട്ട് വളർന്നു വരും. അപ്പം അതെല്ലാം പോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകി ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ വട്ടത്തിനരിഞ്ഞ് വൃത്തിയാക്കി അകത്തുള്ള വിത്തും അതെല്ലാം എടുത്ത് കളഞ്ഞ് നന്നായി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാവയ്ക്കന്നെ എടുത്തേക്കണം. അതിൽ ശകലം മഞ്ഞൾപ്പൊടി കണ്ടല്ലേ, പിന്നെ ശകലം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപ്പ് ഇടുന്നവർക്കിടാം, ഇല്ലാത്തവർക്ക് അത് വേണ്ട, ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം. പിന്നെ ഉപ്പിട്ടിട്ട് ഒരുപാട് നേരം വെച്ചേക്കല്, ഇത് വെള്ളം ഇറങ്ങും. പുരട്ടി ഇത് മുളക് പൊടി, അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം ഉപ്പ് എല്ലാം കുറേശ്ശെ എടുത്താൽ മതി. ഓക്കെ, ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ടിട്ട് ഉടച്ച് മിക്സ് ചെയ്യില്ലേ, അതൊന്ന് പാത്രം എടുത്ത് ഒന്ന് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി മറിച്ചെടുത്താൽ മതി. അപ്പം തന്നെ എല്ലാം മിക്സ് ആവും. കണ്ടോ, അതെല്ലാം മിക്സായി. ഇനി ഇത് ഓവനിൽ വയ്ക്കുന്ന പാത്രം, ആ പാത്രത്തിൽ എണ്ണയൊന്നും പുരട്ടണ്ട, ഇതിൽ എണ്ണയും ഒഴിക്കണ്ട, അതിനെ നിരത്തണം. എല്ലാം നിരത്തി ഫുള്ള് അതൊരു പാത്രം നിറച്ച് വരും. നിരത്തി വരുമ്പോൾ ഇത് നിരത്തിയാലും കുഴപ്പമില്ല, അത് വെന്ത് വരുമ്പോൾ അത് ചുരുങ്ങും. അപ്പോൾ ഇത് വിട്ട് വിട്ട് നിൽക്കും വെന്ത് വരുമ്പോൾ. അതുകൊണ്ട് മീതെ ഇരുന്ന് വിചാരിച്ച് അത് വേവില്ല എന്ന് വിചാരിക്കണ്ട. നന്നായിട്ട് ഒരുപോലെ തന്നെ എല്ലാം വെന്ത് വരും. ഓക്കെ, ഓരോ ഓവനും ഓരോ സിസ്റ്റമാണ്. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇതുപോലെ എല്ലാം നിരത്തി എടുത്തിട്ട് കണ്ട, മൊത്തവും നിരത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്നും ഇത് തന്നെ ഞാൻ വെച്ചേക്കണം. അതങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, എല്ലാം ഒരേ കണക്ക് തന്നെ വെന്ത് വരും. അങ്ങനെ പാവയ്ക്ക വറുത്തെടുക്കുന്നതാണ് ഓവനിൽ വെച്ച് പാവയ്ക്ക വറുത്തെടുക്കുന്നത്, എണ്ണയൊന്നും ഒഴിക്കാതെ. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല മുരുമുരായിരിക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാവയ്ക്ക വെറുതെ കളയരുത്, പാവയ്ക്ക നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നതിനേക്കാളും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. കണ്ട, അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ ഈ ലെവലിലായി. കണ്ട, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറിച്ചൊന്നും ഇടണ്ട, ഒരൊറ്റ ഇതിൽ തന്നെ അത് അടിയിൽ നിന്നും മേളിൽ നിന്നും ചൂട് വരും. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ തന്നെ വെന്ത് വരും. ഇതുപോലെ ഒടിച്ച് നോക്കും, നല്ല പൊട്ടപ്പൊട്ട ഒടിയും. വേണ്ട, ഇതാ പരുവം. താങ്ക് യു. ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.